ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു യുദ്ധം തന്നെ ആയിരിക്കും. ആ യുദ്ധം നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ച സ്ത്രീകൾക്ക് KSRTC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. കർണാടക സർക്കാർ ഇതേപോലെ ഫ്രീ ആയിട്ട് യാത്ര കൊടുത്തതാ. 10,000 കോടിയാ നഷ്ടമായത്. ഒന്ന് പോടേ. അതൊക്കെ നമ്മൾ ജയിച്ച കേരളം മൊത്തം ഞങ്ങൾ മാറ്റും. ഗുജറാത്ത് പോലെ ആക്കാനല്ലേ. ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ എന്തൊക്കെ വികസനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെന്നറിയോ? ശബരിമല കൊള്ളടിച്ചതല്ലേ. നമുക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞ സ്ത്രീകൾക്ക് 3000 രൂപ വെച്ച് പെൻഷൻ നൽകും. 2011 തൊട്ട് 2016 വരെ 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ പൈസ നിങ്ങൾ 18 മാസം കൊണ്ട് പെൻഡിങ് ആക്കി. അത് കൊടുത്തു തീർത്ത നമ്മളെ സർക്കാരാ. എനിക്ക് പോടേ. യുവന്മാർക്ക് തള്ളാൻ മാത്രമേ അറിയുള്ളൂ, നടപ്പിലാക്കാനൊക്കെ അറിയില്ല. ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ കണ്ടില്ലേ? 2 ബിഗ് ബോസ് താരങ്ങളെ ഇറക്കിയിട്ടുള്ളത്. ഉറപ്പായിട്ടും ഞങ്ങൾ ജയിച്ചിരിക്കും. നിലപാടിന്റെ രാജാവ്. മറ്റൊരു അലർ വീരൻ, 2 കോമാളികൾ. കളിയാക്കണ്ട. ഈ ഇലക്ഷൻ 5 സീറ്റ് ഞങ്ങൾ എടുത്തിരിക്കും. 2031 കേരളം ഞങ്ങൾ ഭരിച്ചിരിക്കും. നിങ്ങളോ അലത്ത്. ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കും, ഇല്ലെങ്കിൽ ഇവര് ഭരിക്കും. നീ വല്ല ഗുജറാത്തോ ഉത്തർപ്രദേശോ പോയിട്ട് ഉണ്ടാക്കടാ. പോ നോക്കിക്കോളെ. 2031 ഞങ്ങൾ എടുത്തിരിക്കും. അതെ, ഇത് കേരളമാണ്, നിന്റെ UP അല്ല. അതെ, തിരികൊന്നും വേണ്ട. ഈ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് ഞങ്ങളുടെ പാർട്ടിയുടെ നയതന്ത്രങ്ങളാണ്. ആരുമാകാം. അധികാരം കിട്ടുമ്പോ നീയൊക്കെ തമ്മിലടിക്കോ? ഒരിക്കലുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. 100% ഞങ്ങൾ വിജയിച്ചിരിക്കും. എന്നാ വനവാസത്തിന് പോകാൻ റെഡി ആയിക്കോ നീയൊക്കെ. കളയരുതമ്മിണിയേ.